ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഒരു കുട്ടിയെപ്പോലെ ആകുക എന്ന് വെച്ചാൽ ബാലിശമായ പ്രവൃത്തികൾ ചെയ്യുക എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. കുട്ടികളുടെ മനോഭാവത്തെ പോലെ ആയിരിക്കുക എന്നതാണ്. മാർക്കോസ് 10:15 കേൾക്കൂ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരിക്കലും അതിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യേശു പറയുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ്. അവയെല്ലാം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഒരു ചിരട്ടയിൽ നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും. അപ്പോൾ ദൈവരാജ്യം നാം എങ്ങനെ ഉൾക്കൊള്ളും? നാം ഒരു ശിശുവിൻ്റെ മനോഭാവമാണ് ഇതിന് നേരെ എടുക്കേണ്ടത്. ഒരു കുട്ടി അറിവിൽ പൂർണ്ണതയോ പക്വതയോ പ്രാപിച്ചവനല്ല. അതിനാൽ തന്നെ മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും പറയുന്ന കാര്യങ്ങൾ കുട്ടി ഉൾക്കൊണ്ടിരിക്കും. പൂർണ്ണമായ ഒരു വിശ്വാസമാണ് കുട്ടി അവരുടെ നേരെ കാണിക്കുന്നത്, മറ്റൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. ഈയിടെയായി ഒരു വീഡിയോ കാണാനിടയായി. നല്ല ആഴമുള്ള ഒരു കുളത്തിൽ നിൽക്കുന്ന പിതാവിൻ്റെ കയ്യിലേക്ക് കുളത്തിൻ്റെ മേൽഭാഗത്തുള്ള ഒരു ഉയർന്ന മതിലിൽ നിന്ന് ഒരു കുട്ടി ചാടുന്നു. രണ്ടാമതൊന്നും സംശയിക്കുന്നില്ല. എത്ര വലിയ കുളമായാലും തന്നെ താങ്ങാൻ തൻ്റെ പിതാവുണ്ട് എന്ന് എന്നുള്ള വിശ്വാസമാണ് ആ കുട്ടിയെ അതിന് പ്രേരിപ്പിച്ചത്. അവൻ മറ്റെവിടേക്ക് നോക്കിയില്ല. ഇത്തരത്തിലുള്ള മനോഭാവമാണ് ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്കും വേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ കൈകളിലാണ്. അവിടെ പ്രവേശിക്കണമെങ്കിൽ സർവശക്തനായ എല്ലാ കഴിവുകളുമുള്ള ദൈവത്തിൽ നാം പൂർണ്ണ ആശ്രയത്വം വെക്കണം. രണ്ടാമതൊന്നും ചിന്തിക്കാൻ പാടില്ല. അതായത് നമ്മിൽ തന്നെയോ മറ്റുള്ളവരിലോ ആശ്രയത്വം പാടില്ല. അതിന് വേണ്ടത് എളിമയാണ്. അഹങ്കാരമില്ലാതെ ദൈവസ്നേഹത്തെ സ്വീകരിക്കണം. ഒരു കുട്ടി ചെയ്യുന്നത് പോലെ. കുട്ടികൾ മറ്റുള്ളവരെക്കാൾ അവർ മികച്ചവരാണെന്ന് കരുതുന്നില്ല. സ്വാശ്രയത്വം അവർക്കില്ല. എല്ലാത്തിനും മാതാപിതാക്കളെ ആശ്രയിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടി ഒരിക്കലും പകയും കോപവും വെച്ച് പുലർത്തുന്നില്ല. വളരും തോറുമാണ് ഇതെല്ലാം അവനിലും വളരുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ കുട്ടിയും നോക്കിക്കാണുന്ന അതേ മനോഭാവത്തിൽ നാമും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിക്കാണണം. ഒരു കുട്ടി മാതാപിതാക്കൾക്കരികിൽ സമാധാനമായി കിടന്നുറങ്ങുന്നു. കാരണം അവന് ഭക്ഷണവും വേണ്ടതെല്ലാം കൊടുക്കുന്ന, അവനെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്കരികിലാണ് അവൻ. അതുപോലെ ചിന്തയിൽ നാം പക്വത പ്രാപിച്ച് വേണ്ടതെല്ലാം തരുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് കരുതി കുട്ടിയുടേത് സമാനമായ മനോഭാവം നമുക്ക് ദൈവത്തോടുണ്ടാകണമെന്നാണ് ഇവിടെ പറയുന്നത്. മത്തായി 18:3-4, 1 കൊരിന്ത്യർ 14:20 ഈ വചനങ്ങൾ നമുക്ക് ഇവയാണ് വ്യക്തമാക്കി തരുന്നത്. ബൈബിൾ വായിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിലയിരുത്താനുള്ള പക്വത നമുക്ക് വേണം. സങ്കീർത്തനം 8:2 ആത്മാവിൽ പ്രചോദിതനായി ദാവീദ് ഒരു കാര്യം പറയുന്നു, കേൾക്കൂ. അങ്ങയുടെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പ്രതിയോഗിയെയും നിശബ്ദരാക്കുവാൻ ശിശുക്കളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും വായ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇത് എഴുതിയതിന് വർഷങ്ങൾക്കു ശേഷം ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെ കുട്ടികൾ ദാവീദ് പുത്രന് ഹോസന്ന എന്ന് ആർത്ത് വിളിക്കുന്നത് കണ്ടപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് കയർത്തു. മത്തായി 21:16 കേൾക്കൂ. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. ആ കുട്ടികളുടെ മനോഭാവം ഒന്ന് ചിന്തിക്കൂ. അവരുടെ കൂടെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നിരിക്കും. ആർപ്പ് വിളിക്കാൻ മാതാപിതാക്കൾ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഓർത്ത് ഭയന്നിരിക്കാം. എന്നാൽ കുട്ടികൾ ഒന്നുകിൽ അവർ നേരിട്ട് അനുഭവിച്ച യേശുവിനെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ട യേശുവിനെ സ്തുതിക്കാൻ മടിച്ചില്ല. ഇത്തരത്തിലുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ യേശു രാജാവായി വാഴുന്ന ആ രാജ്യത്ത് നമുക്കും പ്രവേശിക്കാം. അങ്ങനെയുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.